സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അയച്ച വീഡിയോകളൊക്കെ എല്ലാവരും കാണണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ നമുക്ക് എന്താണെന്ന് നോക്കാം. വേറെ ഒന്നുമില്ല, നമ്മുടെ വഴുതനങ്ങ ഒരു വറക്കണേൻ്റെ ഒരു പ്രത്യേക മെത്തേഡ് കാണിച്ചു തരാം. എല്ലാവർക്കും തന്നെ അറിയോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എനിവേ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മളൊരു പാത്രത്തിൽ ആദ്യം ഇതിൻ്റെ ഒരു മസാല മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് 1 പിഞ്ച് ഉപ്പ്, 2 പിഞ്ച് ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ചിക്കൻ മസാല, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു 1/4 അല്ലെങ്കിൽ 1/2 മുറി ചെറുനാരങ്ങയുടെ നീര്. പിന്നെ ഈ പറഞ്ഞേക്കുന്ന മസാലകളൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ആദ്യം നമുക്ക് ഈ നാരങ്ങ നീര് ഈ പ്ലേറ്റിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മസാലകളൊക്കെ അതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്യാം. ഈ 1/2 മുറിയോ അല്ലെങ്കിൽ 1/4 മുറിയോ നാരങ്ങയുടെ നീര് കൊണ്ട് ഇത്രയും മസാലകൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുറേശ്ശെ വെള്ളം, ഇതിൻ്റെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. മസാലകൾ ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഈ വെള്ളം 2-3 തുള്ളികൾ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ വെള്ളം ചേർത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞിപ്പരുവായി പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യാം. നമ്മളുടെ ഇത്ര ഉദ്ദേശിക്കണുള്ളൂ, നമ്മളുടെ ബ്രിഞ്ചലിൻ്റെ ഓരോ പീസുമേ ഇത് നന്നായി പിടിച്ചിരിക്കണം. നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ ചെയ്യില്ലേ, സെയിം മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രിഞ്ചൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരെണ്ണമായിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിനെ നേരെ കട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ നേരെ നടുവിൽ നിന്ന് ഇതിനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഈ കട്ട് ചെയ്തതിനെ 2 പീസായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് എത്ര? 4 പീസ് കിട്ടും. അപ്പോൾ 4 പീസുമ്മ ഇച്ചിരിയൊക്കെ വലിയതും അതുപോലെ തന്നെ അരിയില്ലാത്തതും മൂക്കാത്തതും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേയും കൂടിയൊക്കെ നമുക്ക് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഒന്നും മാറ്റിയില്ലെങ്കിലും എങ്ങനെ ആയാലും ഈ ബ്രിഞ്ചൽ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇങ്ങനെ കട്ട് ചെയ്ത ഈ ബ്രിഞ്ചൽ നമ്മൾ പതുക്കെ ഒന്നുപോലെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഈ നമ്മുടെ കത്തി വെച്ചിട്ട് പതിയെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക. നമ്മളുടെ മീനൊക്കെ വറക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ, വരഞ്ഞു കൊടുക്കാറില്ല. അത്രയും ഡീപ്പായിട്ട് ചെയ്യരുത്. ഇത് ബ്രിഞ്ചോൾ ഒന്നാമത് ഇത് കുറവാണ്, വീതി കുറവാണ്, പിന്നെ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന വെജിറ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ തിന്നായിട്ട് 2 സൈഡിലും വരഞ്ഞു കൊടുക്കുക. മസാല കയറി ഇതിൻ്റെ അകത്ത് പിടിക്കണം, അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കണുള്ളൂ. ഇപ്പോൾ ബ്രിഞ്ചോളെല്ലാം ഇതുപോലെ ഞാൻ കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം മസാല ഇതിൻ്റെ 2 സൈഡിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ എല്ലാത്തിനും മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്തേക്കൊക്കെ നമുക്ക് ഒരെണ്ണയേ ഉള്ളൂ, ഒരു വഴുതനങ്ങയേ ഉള്ളൂ. അപ്പോൾ അതിന് വറുത്തെടുക്കാൻ ഒരു ചെറിയ പാൻ വെച്ചാൽ മതി. അതിലേക്ക് നല്ലപോലെ പാൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒരുവിധം നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ, കാരണം ഈ കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലാട്ടോ എല്ലാ കറികൾക്കും ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ കറിവേപ്പില പൊട്ടി ശരിക്കും മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ഈ പീസുകൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ടു ഹൈ ലെവലിൽ വേണം കേട്ടോ വറുത്തെടുക്കാൻ. തീരെ അങ്ങ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലകൾ കറക്റ്റിന് പിടിച്ചിരിക്കില്ല തന്നെ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് നേരെ തിരിച്ചിട്ട് ആയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് ഇവാപ്പറേറ്റായി പോയിട്ട് അത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടുള്ളൂ. മസാല കൂട്ടിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടപ്പോൾ നിങ്ങൾക്ക് 1 ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എരിവ് വേണ്ടവർക്ക് നല്ല ടേസ്റ്റോടുകൂടി തന്നെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടേക്കണ വഴുതനങ്ങ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒരു വശം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, മുളക് നല്ലപോലെ മൂത്തു. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ പീസുകളും തിരിച്ചിട്ട് കൊടുക്കണം. നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കില്ലേ, മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം നമുക്ക് ഇച്ചിരി മീഡിയം ലെവലിലേക്ക് ആക്കാട്ടോ. മീഡിയം ടു ലോ ലെവലിലേക്ക് ആക്കാം. കാരണം ഇപ്പോൾ ഈ പാൻ നല്ലപോലെ ചൂടായിട്ടാണ് കിടക്കുന്നത്. ആദ്യം നമ്മൾ ഇടുമ്പോൾ അത്രയും ചൂട് ഇതിനായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ട്രിപ്പ്, അതായത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചില്ലെങ്കിൽ ഈ മസാലകളൊക്കെ അങ്ങ് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
ഇപ്പോൾ ദേ എല്ലാം മറിച്ചിട്ട് കൊടുത്തു. ആ സൈഡും മസാലയെല്ലാം മൂത്ത് വന്നു. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഈ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ ഈ ഇത് കോരി മാറ്റുമ്പോൾ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഈ നമ്മളുടെ മസാലകളുടെയൊക്കെ പൊടികൾ മൂത്ത് ആ വെളിച്ചെണ്ണയിൽ കിടപ്പുണ്ടാവും. പാൻ പതുക്കെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് ആ മൂത്ത മസാലയൊക്കെ കോരിയിട്ട് ഈ വറുത്ത വഴുതനങ്ങയുടെ മീതെ ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ വഴുതനങ്ങ എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് പതുക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി നിങ്ങൾ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. അതും ഈ സവാള ചേർത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അതിനൊരു ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വേഗം പോയി ഉണ്ടാക്കി നോക്കി. ഇത് ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ള സാധനങ്ങളല്ല, വേറെ സ്പെഷ്യൽ ഒന്നും തന്നെ ഇല്ല. ഞാൻ അയക്കുന്ന ഈ വീഡിയോകളെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അതെനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഏതായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.